തലപ്പാടി നസ്രേത്ത് മാർത്തോമ ഇടവക അതിൻ്റെ സാക്ഷ്യപ്രയാണത്തിൻ്റെ 125 വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. സുവിശേഷത്തിനു വേണ്ടിയും സത്യവിശ്വാസത്തിനു വേണ്ടിയും മാതൃദേവാലയങ്ങളും അവകാശങ്ങളും ഉപേക്ഷിച്ച് ഒരു ചെറിയ കൂരയുടെ തണലിൽ ഒരു പ്രാർത്ഥനാ സമൂഹമായി ഒത്തുകൂടിയപ്പോൾ നാം ഇന്ന് കാണുന്ന തലപ്പാടി നസ്രേത്ത് എന്ന 240 ഭവനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇടവക പിറവിയെടുക്കുകയായിരുന്നു. 1898 ആണ്ടിൽ പ്രസിദ്ധ ഉണർവ് പ്രാസംഗികരായിരുന്ന ഇടമണ്ണിൽ വാദ്യാർ, കപ്പ്യാർ ഉപദേശി എന്നിവർ കൊച്ചുപുരയ്ക്കൽ ഐക്യന്റെ ഭവനത്തിൽ താമസിച്ച് സുവിശേഷ യോഗങ്ങൾ നടത്തിയതിന്റെ ഫലമായി തലപ്പാടിയിൽ 16ഉം വെള്ളിക്കുട്ടയിൽ 7 കുടുംബങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അന്നവർ എളിയ തോതിൽ ആരംഭിച്ച കൂട്ടായ്മയാണ് തലപ്പാടി നസ്രേത്ത് മാർത്തോമ ഇടവക. ഭവനങ്ങളിൽ കൂട്ടായ്മ നടത്തി വന്നിരുന്ന വിശ്വാസികൾ 1898 കൊച്ചുപറമ്പിൽ വർഗീസിന്റെ പുരയിടത്തിൽ 150 രൂപ ചെലവിൽ ഒരു പ്രാർത്ഥനാലയം നിർമ്മിച്ചു. കൂട്ടായ്മകൾക്ക് ഉപദേശിമാരെ കൂടാതെ കരിമ്പനത്തറ മത്തായിച്ചൻ, മൂലേപ്പറമ്പിൽ കൊച്ചുപാപ്പി, ചക്കുപുരയ്ക്കൽ കുര്യൻ, കിഴക്കേപ്പറമ്പിൽ മോശ എന്നിവർ നേതൃത്വം നൽകി വന്നു. 1901 അമ്പലത്തുങ്കലായ കിഴക്കേ അറോമാക്കൽ ചെറിയാൻ തുമ്മന്റെ വകയായി വെള്ളിക്കുട്ടയിൽ ഉണ്ടായിരുന്ന 1.25 ഏക്കർ സ്ഥലം പള്ളിക്ക് വേണ്ടി 5000 ചക്രം ചെലവിൽ തീർവാങ്ങി. ആ സ്ഥലത്ത് ദേവാലയം നിർമ്മിക്കാൻ അന്നത്തെ മെത്രാപ്പോലിത്ത തീത്തൂസ് ഒന്നാമൻ സർക്കാരിൽ നിന്ന് അനുവാദം വാങ്ങി നൽകുകയും ചെയ്തു. 1 മാസത്തോളം നീണ്ടുനിന്ന വിശ്വാസികളുടെ കായികാധ്വാനത്തിലൂടെ കൊച്ചുപറമ്പിൽ പുരയിടത്തിലെ പ്രാർത്ഥനാലയം പൊളിച്ച് വെള്ളിക്കുട്ടയിൽ പുതുതായി വാങ്ങിയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. പ്രസ്തുത വെള്ളിക്കുട്ട ദേവാലയത്തിന്റെ പ്രതിഷ്ഠ 1901 ആണ്ട് ജൂൺ മാസം 1-ാം തീയതി CP ഫിലിപ്പോസ് കശീശ നിർവഹിക്കുകയുണ്ടായി. പുതുതായി ആരംഭിച്ച പള്ളിയോട് ചേർന്ന് പള്ളിപ്പറമ്പിൽ ഒരു ഷെഡ് കെട്ടി കുടിപ്പള്ളിക്കുടവും ആരംഭിച്ചു. ഇടവകയുടെ ആദ്യ വികാരി വേങ്ങലച്ഛനും പിൻഗാമി കാര്യാടിയിലച്ഛനും കറ്റാനത്ത് നിന്ന് സൈക്കിളിൽ സഞ്ചരിച്ച് വെള്ളിക്കുട്ട പള്ളിയിലെത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു എന്നത് പൂർവ്വ മാതാപിതാക്കൾക്ക് സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽപ്പാൻ കൂടുതൽ കരുത്തേകി. 1916 വിവിധ ഉദ്ദേശങ്ങളോടെ തലപ്പാടിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കുകയുണ്ടായി. കൂട്ടായ്മ യോഗങ്ങൾ നടത്തുന്നതിനും ഒരു സൺഡേ സ്കൂൾ ആരംഭിക്കുന്നതിനും ഈ കെട്ടിടം പ്രയോജനപ്പെടുകയും പിൽക്കാലത്ത് അത് തലപ്പാടി LP സ്കൂളായി പരിണമിക്കുകയും ചെയ്തു. 1920 മുതൽ 1937 വരെയുള്ള കാലഘട്ടം നസ്രേത്ത് മാർത്തോമ ഇടവകയുടെ ഇരുണ്ട കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നേതൃനിരയിലുള്ളവരുടെ വേർപാടുകൾ, മറ്റ് സഭകളിലേക്കുള്ള കുടിയേറ്റം, അതുകൊണ്ട് തന്നെ LP സ്കൂൾ ഇടവകയ്ക്ക് നഷ്ടമായ ഒരു കാലഘട്ടം. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ കോട്ടയം MT സെമിനാരി ഹെഡ് മാസ്റ്ററായിരുന്ന ശ്രീ KK കുര്യൻ സാറിന്റെ ഇടപെടലുകൾ നസ്രേത്തിന്റെ ചരിത്രത്തിൽ പ്രത്യേകം ഇടം പിടിച്ചിരിക്കുന്നു. 1955 മുതൽ 58 വരെയുള്ള കാലഘട്ടത്തിൽ വെള്ളിക്കുട്ട പള്ളിയുടെ മെതുബഹായും മുഖവാരവും പുതുക്കി നിർമ്മിക്കുകയും ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി കൂദാശ നിർവഹിക്കുകയും ചെയ്തു. 1950 കാലഘട്ടത്തിൽ ഇടവകയിൽ വിവിധ സംഘടനകൾ രൂപം കൊള്ളുകയും ഇടവകയിലെ ആരാധനാ ശുശ്രൂഷകൾക്കൊപ്പം സംഘടനാ പ്രവർത്തനങ്ങളും കോർത്തിണക്കാൻ ബഹുമാനപ്പെട്ട പട്ടക്കാർ ശ്രദ്ധിക്കുകയും ചെയ്തു. കൂടുതൽ ആളുകൾക്ക് ആരാധനയിൽ പങ്കെടുക്കുവാനുള്ള സൗകര്യം പ്രമാണിച്ച് തലപ്പാടിയിൽ സ്കൂളിനോട് ചേർന്ന് ഒരു ആരാധനാലയം നിർമ്മിക്കുന്നതിന് 1965 ആണ്ടിൽ തുടക്കമിട്ടു. 28,975 രൂപ ചെലവിൽ നിർമ്മിച്ച തലപ്പാടി പള്ളിയുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ 1968 ഫെബ്രുവരി മാസം 24-ാം തീയതി യൂഹാനാൻ മാർത്തോമ വലിയ മെത്രാപ്പോലിത്തയുടെ സാന്നിധ്യത്തിൽ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി നിർവഹിക്കുകയുണ്ടായി. 1976 പാഴ്സനേജിനു വേണ്ടി തലപ്പാടി പള്ളിയോട് ചേർന്ന് സ്ഥലം വാങ്ങുകയും 1988 ഏപ്രിൽ 28-ാം തീയതി സക്കറിയാസ് മാർ തെയോഫിലോസ് തിരുമേനി പാഴ്സനേജിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. 1980 കാലഘട്ടത്തോടുകൂടി ഇടവകയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മിഷൻ പ്രവർത്തനങ്ങൾക്ക്
വിശാലമായ കാഴ്ചപ്പാടുകൾ നൽകാൻ ഇടവക വികാരിമാർ ഊർജം പകർന്നു. പുതുതലമുറ ഇടവകയോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരായി വളർന്നു വരുവാൻ ഈ പരിശ്രമങ്ങൾ വഴിതെളിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ അമീനൂർ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 1994 ഡിസംബർ 12 മിഷൻ കേന്ദ്രത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഗീവർഗീസ് മാർ അത്താനാസ്യോസ് തിരുമേനി നിർവഹിക്കുകയും ചെയ്തു. 1995-96 കാലയളവിൽ വെള്ളുക്കുട്ടപ്പള്ളിയുടെ ആകമാനമായ നവീകരണം നടത്തപ്പെടുകയും 1996 ജനുവരി മാസം 27 ഇന്ന് നാം കാണുന്ന വെള്ളുക്കുട്ടപ്പള്ളിയുടെ പ്രതിഷ്ഠ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനി നിർവഹിക്കുകയും ചെയ്തു. 2000 ആണ്ടിൽ നസ്രേത്ത് ഇടവക അതിന്റെ 100ാം വയസ്സിലേക്ക് പ്രവേശിച്ചു. ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾ തലപ്പാടിപ്പള്ളി, വെള്ളുക്കുട്ടപ്പള്ളി എന്നിവിടങ്ങളിലായി നടത്തപ്പെടുകയുണ്ടായി. ശതാബ്ദിയോടനുബന്ധിച്ച് തലപ്പാടിപ്പള്ളിയുടെ നവീകരണം നടത്തുകയും ഗീവർഗീസ് മാർ അത്താനാസ്യോസ് തിരുമേനി പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. ഇടവകയുടെ 125 വർഷത്തെ ചരിത്രത്തിൽ ഇടവാംഗങ്ങളായ 6 പേർ പട്ടത്ത ശുശ്രൂഷയിലൂടെ ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരിക്കുന്നു. തലപ്പാടി നസ്രേത്ത് മാർത്തോമ ഇടവക അതിന്റെ സാക്ഷ്യപ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ക്രമീകൃതമായ ആരാധനയോടൊപ്പം സംഘടനകൾ അതിന്റെ പ്രവർത്തന മേഖലകൾ വിശാലമാക്കിയിരിക്കുന്നു. ഒരു ദേശത്തിന്റെ വിളക്കായി, നന്മയായി നസ്രേത്ത് ഇടവക പരിലസിക്കുന്നു. നൂറിലേറെ വർഷം പഴക്കമുണ്ടായിരുന്ന തലപ്പാടി LP സ്കൂളിന് ഒരു പുതിയ കെട്ടിടം 2022 പണിതുയർത്തിയപ്പോൾ നസ്രേത്ത് ഇടവകയുടെ സാക്ഷ്യത്തിന്റെ പ്രതിബദ്ധതയുടെ അടയാളമായി അത് മാറുകയായിരുന്നു. ചരിത്രം തുടരുകയാണ്. 125 വർഷം നസ്രേത്ത് ഇടവകയെ ഒരു സാക്ഷ്യഗോപുരമായി ദേശത്ത് നിലനിർത്തിയ ദൈവത്തിന് നന്ദി. സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽപ്പാൻ പ്രേരിപ്പിച്ച മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, ആത്മായ ഏവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. നന്മയുടെ പുതുചരിത്രം രചിപ്പാൻ നസ്രേത്ത് ഇടവകയെ ഇനിയും നിലനിർത്തിയാലും എന്ന പ്രാർത്ഥനയോടെ